നിങ്ങളുടെ പ്രവാചകൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയദഉ ബിഹി ആഖരീൻ. നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കിതാബ് കൊണ്ട്, അഥവാ പരിശുദ്ധ ഖുർആൻ കൊണ്ട് ചില ആളുകൾക്ക് ഔന്നിത്യം നൽകുന്നു, ഉയർച്ച നൽകുന്നു, പദവികൾ ഉയർത്തി കൊടുക്കുന്നു. വയദഉ ബിഹി ആഖരീൻ, മറ്റൊരു വിഭാഗത്തെ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല താഴ്ത്തുകയും അഥവാ തരം താഴ്ത്തുകയും അധപ്പതിപ്പിക്കുകയും ചെയ്യുന്നു. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹോദരങ്ങളെ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്? നമ്മുടെ എല്ലാ ഔന്നിത്യവും, നമ്മുടെ എല്ലാ ഉന്നതിയും മഹത്വവും ഉയർച്ചയും പരിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിക്കുന്നതിലും ആ ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നതിലുമാണ്. ഖുർആൻ പഠിക്കുകയും അത് ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ആളുകൾക്കാണ് ഈ ലോകത്തും പരലോകത്തും വിജയമുള്ളത്. എന്നാൽ ഈ ഖുർആനിനെ അവഗണിക്കുകയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതിരിക്കുകയും അത് പഠിക്കാതിരിക്കുകയും അതനുസരിച്ച് ജീവിക്കാതിരിക്കുകയും ചെയ്താലോ അവർ പരാജയപ്പെടുകയും മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും അധപ്പതിച്ചവരായി അവർ മാറുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വിജയമെന്നത് അള്ളാഹുവിൻ്റെ ഈ ഒരു കിതാബിലാണ്. നമുക്കാവശ്യമായിട്ടുള്ള എല്ലാ മാർഗദർശനവും ഹിദായത്ത് അത് പരിശുദ്ധ ഖുർആനിനാണുള്ളത്. ഖുർആൻ പഠിക്കാതെ, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ, അതിൻ്റെ ആശയം ഉൾക്കൊള്ളാതെ നമുക്കെങ്ങനെയാണ് ഖുർആനിലെ മാർഗദർശനം മനസ്സിലാക്കാൻ കഴിയുക? അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ റഹ്മത്താണ്, കാരുണ്യമാണ്. ഖുർആനിൻ്റെ ആ റഹ്മത്തിൻ്റെ സന്ദേശം, അള്ളാഹുവിൻ്റെ കാരുണ്യം നേടിയെടുക്കാനുള്ള വഴികൾ അത് ഖുർആൻ പഠിക്കുന്നതിലൂടെയല്ലാതെ നമുക്കെങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക? പരിശുദ്ധ ഖുർആൻ ശിഫയാണ്, നമ്മുടെ ഹൃദയത്തിൻ്റെ എല്ലാ തരം രോഗങ്ങൾക്കുമുള്ള മരുന്ന് അത് പരിശുദ്ധ ഖുർആനിലുണ്ട്. നമ്മുടെ ശാരീരികമായ പ്രയാസങ്ങൾക്കുമുള്ള ആശ്വാസവും സമാധാനവും അതും നമുക്ക് ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. പക്ഷേ ഖുർആനിനെ ആ നിലക്ക് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യാതെ നമുക്കെങ്ങനെയാണ് ആ ശിഫ നേടിയെടുക്കാൻ സാധിക്കുന്നത്? എല്ലാ നിലക്കുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ ഇല്ലാതെയാക്കി ശരിയായ വഴി കാണിച്ചു തരുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. പക്ഷേ പരിശുദ്ധ ഖുർആൻ പഠിക്കാതെ മനസ്സിലാക്കാതെ നമുക്കെങ്ങനെയാണ് അത് സാധിക്കുക? ഖുർആനിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്, വഹാദാ ദിക്റും മുബാറകുൻ അൻസൽനാ, നാം അവതരിപ്പിച്ചിട്ടുള്ള ഈ ഒരു ദിക്ർ പരിശുദ്ധ ഖുർആൻ മുബാറക്കുൻ, എല്ലാ അനുഗ്രഹങ്ങളും നിറഞ്ഞതാണ്, എല്ലാ ബറക്കത്തും നിറഞ്ഞതാണ്. പക്ഷേ ആ ഖുർആൻ വായിച്ചു നോക്കാതെ, അത് പാരായണം ചെയ്യാതെ, അതിൻ്റെ അർത്ഥം പഠിക്കാതെ, അതനുസരിച്ച് ജീവിക്കാതെ പരിശുദ്ധ ഖുർആനിൻ്റെ ബറക്കത്ത് നേടിയെടുക്കാൻ നമുക്കെങ്ങനെ സാധിക്കും? അതുകൊണ്ട് നാം ഇരുലോകത്തും വിജയം ആഗ്രഹിക്കുന്നു, ഔന്നിത്യമേറിയ സ്ഥാനങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ പരിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിക്കുക. നിരന്തരമായി ഖുർആനുമായിട്ടുള്ള ബന്ധം നമ്മൾ വെച്ചു പുലർത്തുക. ധാരാളമായി സാധിക്കുന്നത്ര ഓരോ ദിവസവും ഖുർആൻ പാരായണം ചെയ്യാൻ ശ്രമിക്കുക. നമ്മെക്കൊണ്ട് സാധിക്കുന്നത്ര പരിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കുക. ഖുർആനിൻ്റെ അർത്ഥവും ആശയവും ഓരോ വ്യക്തികളും പഠിച്ച് മനസ്സിലാക്കൽ അനിവാര്യമാണ്. അങ്ങനെ ഖുർആനിൻ്റെ തഫ്സീറുകൾ മനസ്സിലാക്കുക, ആശയങ്ങൾ മനസ്സിലാക്കുക. ജീവിതത്തിലുടനീളം പരിശുദ്ധ ഖുർആനിനെ വഴികാട്ടിയായി സ്വീകരിച്ച് ഖുർആൻ പറയുന്നതനുസരിച്ച് നമ്മൾ ജീവിക്കുകയും ചെയ്യുക. എങ്കിൽ ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉയർച്ച നൽകുന്നതാണ്. അതാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവതരിപ്പിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ പ്രവാചകൻ നിയോഗിതനായ ആ ഒരു സമൂഹം, അവർ എത്രമാത്രം മോശക്കാരായിരുന്നു, എത്രമാത്രം അധപ്പതിച്ചവരായിരുന്നു. അവരെക്കുറിച്ച് സമൂഹം അറിഞ്ഞിരുന്നില്ല, അവരെ ചർച്ച ചെയ്തിരുന്നില്ല. പക്ഷേ പരിശുദ്ധ ഖുർആൻ അവരിലേക്ക് അവതരിപ്പിക്കപ്പെടുകയും അവർ ഖുർആനിൻ്റെ അനുയായികളായി മാറുകയും ചെയ്തപ്പോൾ പിന്നെ അവർ ലോകം മുഴുവൻ കീഴടക്കുന്ന ആളുകളായി, ലോകത്ത് മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ആളുകളായി, ലോകത്തിലെ ഏറ്റവും ഔന്നിത്യമുള്ള സമൂഹമായി, ഉന്നതരായ സമൂഹമായി, ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ എല്ലാം ഉടമകളായി അവർ മാറി. അവരുടെ ജീവിതത്തിലുണ്ടായ എല്ലാ ബറക്കത്തുകളും അതിനുള്ള കാരണം പരിശുദ്ധ ഖുർആനാണ്.
അതുകൊണ്ട് ഖുർആൻ പഠിക്കുക, ആ ഖുർആനിലൂടെ ഔന്നിത്യമുള്ള ആളുകളായി തീരുക. നമ്മൾ നോക്കൂ, ദുനിയാവിലെ ഏറ്റവും മഹത്വമേറിയ സ്ഥാനമാണ് നമസ്കാരത്തിൽ ഇമാമായി നിൽക്കുക, അതേപോലെ തന്നെ ഒരു സമൂഹത്തിന് ഇമാമായി നിൽക്കുക എന്നതൊക്കെ. അതിന് പരിഗണിക്കപ്പെടുന്നത് പോലും ആരാണ്? പരിശുദ്ധ ഖുർആനിൽ അറിവുള്ളവരാണ്. ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അബൂ മസ്ഊദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യഉമ്മുൽ ഖൗമ അഖറഉഹും ലികിതാബില്ലാഹ്. ഒരു സമൂഹത്തിന് ഇമാമായി നിൽക്കേണ്ടത് ഖുർആനിൽ ഏറ്റവും നല്ല അറിവുള്ളവരാണ്. അപ്പോൾ ദുനിയാവിലെ ഏറ്റവും നല്ല ഒരു സ്ഥാനം അത് പരിശുദ്ധ ഖുർആനിൽ അറിവുള്ള ആളുകൾക്കാണ് അതിൽ പരിഗണന. നമസ്കാരം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഇബാദത്താണ്. അതിൽ ഇമാമായി നിൽക്കുക എന്നുള്ളത് വളരെ വലിയ സ്ഥാനമാണ്. അതിനർഹരായിത്തീരുന്നത് പരിശുദ്ധ ഖുർആനിൽ അറിവുള്ളവരാണ്. നമുക്കറിയാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നത് വരെ ആ സമൂഹത്തിന് ഇമാമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതിനുശേഷം വന്നിട്ടുള്ള പ്രഗത്ഭരായ സ്വഹാബികൾ, ഖുലഫാ ഉർ റാഷിദീങ്ങൾ, അവരെല്ലാം തന്നെ ആ സമൂഹത്തിന് ഇമാമുമാർ കൂടിയായിരുന്നു. അപ്പോൾ പരിശുദ്ധ ഖുർആനിലുള്ള അറിവാണ് അതിനൊരു മാനദണ്ഡമായി സ്വീകരിക്കുന്നത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഖിയാമത്ത് നാളിൽ ഇമാം അബൂദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, യുഖാലു ലി സാഹിബിൽ ഖുർആനി ഇഖ്റ വർതഖി വറത്തിൽ കമാ കുൻത തുറത്തിലു ഫി ദുനിയ ഫഇന്ന മൻസിലക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹ. ഖുർആനിൻ്റെ ആളോട്, അഥവാ ഖുർആനിനെ ജീവിതത്തിൽ ഒരു വഴികാട്ടിയായി സ്വീകരിച്ച് നിരന്തരം ഖുർആൻ പാരായണം ചെയ്ത് അത് പഠിച്ച് ഖുർആൻ അനുസരിച്ച് ജീവിച്ച ഒരാൾ, അങ്ങനെയുള്ള ഒരാൾക്കാണ് സാഹിബുൽ ഖുർആൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഖുർആനിൻ്റെ കൂട്ടുകാരനോട് മഹ്ശറിൽ വെച്ച് പറയപ്പെടും, നീ ഖുർആൻ ഓതിക്കൊണ്ട് സാവകാശത്തിൽ ദുനിയാവിൽ വെച്ച് ഖുർആനിൻ്റെ പാരായണ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നീ വളരെ ഭംഗിയായി ഖുർആൻ ഓതിയതുപോലെ ഇവിടെ നിന്നും നീ ഖുർആൻ ഓതുക. സ്വർഗത്തിലെ നിൻ്റെ സീറ്റ്, സ്വർഗത്തിലെ നിൻ്റെ സ്ഥാനം, അത് നീ ഓതുന്ന അവസാനത്തെ ആയത്ത് എവിടെയാണോ അവസാനിക്കുന്നത് അവിടെയാണ്. അപ്പോൾ സ്വർഗത്തിലെ ദറജകൾ പോലും ഈ പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾക്കനുസരിച്ചാണ് എന്ന് പല മഹാന്മാരും പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഓരോ ആയത്തുകൾ ഓതുമ്പോഴും അവിടെ സ്വർഗലോകത്ത് ദറജകൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്, ദറജകൾ വർദ്ധിപ്പിക്കപ്പെടുന്നു. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ എത്രമാത്രം ഹിഫ്ളുണ്ടോ, എത്രമാത്രം ആയത്തുകൾ നമുക്കറിയാമോ, അത്രമാത്രം ഔന്നിത്യവും ഉയർന്ന പദവിയും സ്വർഗലോകത്ത് നമുക്ക് ലഭിക്കും. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഹിഫ്ളാക്കുക, ചെറിയ ചെറിയ സൂറത്തുകൾ ഹിഫ്ളാക്കുക, പിന്നീട് അത് കഴിഞ്ഞാൽ വലിയ സൂറത്തുകൾ ഹിഫ്ളാക്കുക. അതിലൂടെ നമുക്ക് സ്വർഗത്തിൽ വലിയ സ്ഥാനങ്ങൾ ലഭിക്കുന്നതാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, മസലുല്ലദീ യഖറഉൽ ഖുർആന വഹുവ ഹാഫിളുൻ ലഹു മഅസ്സഫറത്തിൽ കിറാം. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും അത് ഹിഫ്ളാക്കുകയും ചെയ്യുന്ന ആളുകൾ മാന്യന്മാരായ വഹീൻ്റെ സന്ദേശവാഹകരായ മലക്കുകളുടെ കൂടെയായിരിക്കുമെന്നാണ്. വമസലുല്ലദീ യഖറഉൽ ഖുർആന വഹുവ യതആഹദുഹു വഹുവ അലൈഹി ശദീദുൻ ഫലഹു അജ്റാൻ. എന്നാൽ ഖുർആൻ പ്രയാസപ്പെട്ടുകൊണ്ട്, അത്രയൊന്നും ഖുർആനിൽ നൈപുണ്യമില്ലാത്ത ആളുകൾ, എന്നാലും പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് പ്രയാസപ്പെട്ട് ഖുർആൻ ഓതുന്ന ആളുകൾ, അവർക്ക് 2 പ്രതിഫലമുണ്ട്. അപ്പോൾ ഖുർആനിൽ നല്ല കഴിവുള്ള, നൈപുണ്യമുള്ള, ഖുർആനിൽ ഹിഫ്ളുള്ള മാഹിറുകളായ ആളുകൾക്ക് മലക്കുകളുടെ കൂടെ, അഥവാ സന്ദേശവാഹകരായ മലക്കുകളുടെ കൂടെ അവർക്ക് പരലോകത്ത് കഴിയാൻ സാധിക്കുമെന്നാണ്. അത് ഏറ്റവും വലിയൊരു ദറജയാണ്. ഉന്നതരായ മലക്കുകൾ, ആ മലക്കുകളിൽ തന്നെ വഹീൻ്റെ വാഹകർ എന്ന് പറയുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്നത് തന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. അങ്ങനെയുള്ള മലക്കുകളുടെ കൂടെയായിരിക്കും പരലോകത്ത് അവർ ഉണ്ടാവുക. കാരണം അവർ പരിശുദ്ധ ഖുർആനിൽ നല്ല അറിവും ഹിഫ്ളുമുള്ളവരാണ്. ഇനി പ്രയാസപ്പെട്ടുകൊണ്ട് ഓതുന്ന ആളുകൾക്ക് പോലും ഇരട്ടി പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. ഇതാർക്കുള്ളതാണ്? പണ്ഡിതന്മാർ വിശദീകരിച്ചു. നന്നായി ഖുർആൻ പാരായണം ചെയ്യുകയും പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും വേണം. അങ്ങനെ ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് വലിയ സ്ഥാനമുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ മുസ്തദറക്കിൽ രേഖപ്പെടുത്തുന്ന സ്വഹീഹായ ഒരു ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, യജീഉ സാഹിബുൽ ഖുർആനി യൗമൽ ഖിയാമ. ഖുർആനിൻ്റെ ആള് ഖിയാമത്ത് നാളിൽ വരും. അഥവാ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന,
ഖുർആനിന് വളരെ വലിയ പരിഗണന ജീവിതത്തിൽ നൽകിയ ആളുകൾക്കാണ് സാഹിബുൽ ഖുർആൻ എന്ന് പറയുന്നത്. അവർ ഖിയാമത്ത് നാളിൽ വന്നാൽ പരിശുദ്ധ ഖുർആൻ അവർക്ക് വേണ്ടി നടത്തുന്ന ശുപാർശ നോക്കൂ. ഫയഖൂലുൽ ഖുർആനു യാ റബ്ബി ഹല്ലിഹി ഫയുൽബസു താജൽ കറാമ. അല്ലാഹുവേ, ഈ വ്യക്തിക്ക് നീ ആദരവിൻ്റെ ആഭരണങ്ങൾ, ആദരവിൻ്റെ വസ്ത്രം എല്ലാം നീ അണിയിക്കണമേ എന്ന് പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിനോട് ശുപാർശ പറയും. അപ്പോൾ കറാമത്തിൻ്റെ കിരീടം, മാന്യതയുടെ, ആദരവിൻ്റെ, ബഹുമാനത്തിൻ്റെ കിരീടം അള്ളാഹു ആ വ്യക്തിയെ അണിയിക്കും. മറ്റുള്ളവരിൽ നിന്ന് ഖുർആനിൻ്റെ ആളുകൾ അന്ന് ആ കിരീടം കൊണ്ട് വേറിട്ട് നിൽക്കുമെന്നാണ്. സുമ്മ യഖൂലു, വീണ്ടും ഖുർആൻ ശുപാർശ പറയും, യാ റബ്ബി സിദ്ഹു യാ റബ്ബി ഇർള അൻഹു ഫയർള അൻ. അള്ളാഹുവേ, നീ ഈ വ്യക്തിക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ, ഈ വ്യക്തിയെ നീ തൃപ്തിപ്പെടണമേ എന്ന് ഖുർആൻ നമുക്ക് വേണ്ടി ശുപാർശ പറയും. അങ്ങനെ ഫയർള അൻഹു, ആ വ്യക്തിയെ അള്ളാഹു തൃപ്തിപ്പെടും. വയുഖാലു ലഹു ഇഖ്റ വർഖ വയസ്ദാദു ബികുല്ലി ആയത്തിൻ ഹസന. ഖുർആൻ ഓതിക്കൊണ്ട് സ്വർഗത്തിൻ്റെ ദറജയിൽ കയറിപ്പോകാൻ വേണ്ടി പറയും. അങ്ങനെ ആ വ്യക്തി സ്വർഗത്തിൻ്റെ ദറജകളിൽ കയറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഓരോ ആയത്തിനും ഓരോ ഹസനത്ത് എന്നുള്ള നിലക്ക് സ്വർഗത്തിൻ്റെ ദറജയിൽ അങ്ങനെ കയറിപ്പോകുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. അപ്പോൾ കറാമത്തിൻ്റെ കിരീടവും ആഭരണങ്ങളും വസ്ത്രങ്ങളുമെല്ലാം അണിയിച്ചുകൊണ്ട് നാളെ മഹ്ശറിൽ ഖിയാമത്ത് നാളിൽ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരവസ്ഥ പരിശുദ്ധ ഖുർആനിൻ്റെ ആളുകൾക്കുള്ളതാണ്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ഖുർആനിൻ്റെ ആളുകൾക്ക് അവരുടെ മാതാപിതാക്കളെപ്പോലും അള്ളാഹു വലിയ ആദരവ് നൽകുമെന്നാണ്. വയുക്സ വാലിദാഹു ഹുല്ലതൈനി ലാ യുഖവ്വമു ലഹുമാ അഹ്ലുദ് ദുനിയ ഫയഖൂലാനി ബിമ കുസീനാ ഹാദാ ഫയുഖാലു ബി അഖ്ദി വലദിക്കുമുൽ ഖുർആൻ. ഖുർആനിൻ്റെ ആളുകൾ, ഖുർആനിൻ്റെ പഠിതാക്കൾ, ഖുർആൻ അനുസരിച്ച് ജീവിച്ചവർ അവരുടെ മാതാപിതാക്കൾക്ക് വളരെ വിലയേറിയ, ദുനിയാവിലെ ഒരു വിഭവങ്ങളും തുല്യമായി നിൽക്കാത്ത അത്രയും ഉന്നതമായ 2 ആഭരണങ്ങൾ അള്ളാഹു അണിയിച്ചു കൊടുക്കുമെന്നാണ്. അപ്പോൾ അവർ ചോദിക്കും, എന്തിനാണ് ഞങ്ങൾക്കിത് നൽകപ്പെട്ടത്? അപ്പോൾ പറയും, ബി അഖ്ദി വലദിക്കുമൽ ഖുർആൻ, നിൻ്റെ മക്കൾ ഖുർആൻ പഠിച്ചതുകൊണ്ടാണ്. അപ്പോൾ നാം സ്വയം ഖുർആൻ പഠിച്ച് അതനുസരിച്ച് ജീവിക്കുകയും നമ്മുടെ മക്കളെ കൂടി ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്താൽ അതും നമുക്ക് നാളെ പരലോകത്ത് വലിയ ഉയർച്ചയ്ക്ക് കാരണമായി തീരും. അതുകൊണ്ട് നമ്മളും ഖുർആൻ പഠിക്കണം, നമ്മുടെ മക്കളെയും ഖുർആൻ പഠിപ്പിക്കണം. അങ്ങനെ ഖുർആനിലൂടെ ഔന്നിത്യമുള്ള ആളുകളായി തീരുക. ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന വളരെ ദയനീയമായൊരവസ്ഥ എന്താണ് എന്ന് ചോദിച്ചാൽ, ആളുകൾ പരിശുദ്ധ ഖുർആനിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. മറ്റു വായനകളാണ് അവർക്കിഷ്ടം. പ്രത്യേകിച്ച് മൊബൈൽ ഫോണുകളും അതേപോലെ തന്നെ യൂട്യൂബ്, ഫേസ്ബുക്ക്, അതേപോലെയുള്ള സന്ദേശ സംവിധാനങ്ങളൊക്കെ വരികയും മീഡിയയുടെ ഒരു അതിപ്രസരമുണ്ടാവുകയും ചെയ്തപ്പോൾ, അതേപോലെ തന്നെ ദുനിയാവിന് വേണ്ടി നെട്ടോട്ടമോടുന്ന ആ ഒരു പ്രവണത കൂടുതൽ വർദ്ധിച്ചു വന്നപ്പോൾ ഖുർആൻ പഠിക്കുകയും പാരായണം ചെയ്യുകയും അത് ഹിഫ്ളാക്കുകയും ചെയ്യുന്ന ആളുകൾ വളരെയധികം കുറഞ്ഞിരിക്കുന്നു. പലപ്പോഴും ജീവിതത്തിൽ ഖുർആൻ തന്നെ ഓതി നോക്കാത്ത, ഖുർആൻ നോക്കി ഓതാൻ പോലും അറിയാത്ത മുസ്ലിമീങ്ങളാണ് ധാരാളമായിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകുന്നത്, നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവുന്നത്? അതുകൊണ്ട് ഖുർആൻ കൊണ്ടുള്ള ഒരു ഔന്നിത്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ബറക്കത്താണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രകാശമുണ്ടാകും. ഖുർആൻ പഠിച്ചതനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്കൊരു വെളിച്ചമുണ്ടാകും. നമ്മുടെ വീട്ടിൽ ബറക്കത്തുണ്ടാകും. നമ്മുടെ സമ്പത്തിലും കച്ചവടത്തിലും നമ്മുടെ നാട്ടിലുമൊക്കെ ബറക്കത്തുണ്ടാകും. എല്ലാ ബറക്കത്തുകളുടെയും ഒരു അടിസ്ഥാനമെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കിതാബിനെ നമ്മൾ പരിഗണിക്കലാണ്. അതനുസരിച്ചുള്ള ജീവിതമാണ്. അതുകൊണ്ട് ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്, എല്ലാ ദിവസവും നമ്മൾ ഖുർആൻ പാരായണം ചെയ്യണം, സാധിക്കുന്നത്ര ഹിഫ്ളാക്കണം. ഖുർആനിൻ്റെ തഫ്സീർ പഠിക്കുന്ന ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പങ്കെടുക്കണം. ഖുർആനിനെ നമ്മൾ പരിഗണിക്കണം, വളരെ വലിയ പരിഗണന നൽകണം. ഖുർആനിൽ പറഞ്ഞതുപോലെ നമ്മൾ ജീവിക്കണം. കാരണം അള്ളാഹുവിൻ്റെ കലാമാണ്. നമ്മുടെ റബ്ബിന് നമ്മളോട് പറയാനുള്ള കാര്യങ്ങളാണ് ഖുർആനിലുള്ളത്. നമ്മളതനുസരിച്ച് ജീവിക്കുമ്പോൾ അള്ളാഹുവിന് നമ്മളോട് ഇഷ്ടമാകും. അള്ളാഹു നമ്മളെ തൃപ്തിപ്പെടും. നമുക്ക് എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി തരും. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് ബറക്കത്ത് തരും. അതെല്ലാം നൽകേണ്ടത് അള്ളാഹുവാണല്ലോ. നമ്മൾ ഖുർആനിനെ പരിഗണിക്കുന്നതനുസരിച്ചാണ് അള്ളാഹുവിന് നമ്മളോടുള്ള ഇഷ്ടം. ഖുർആനിനെ നമ്മൾ അവഗണിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് റബ്ബിൻ്റെ, റഹ്മാനായ റബ്ബിൻ്റെ ഇഷ്ടം നേടിയെടുക്കാനും ഇരുലോകത്തും ഔന്നിത്യമേറിയ സ്ഥാനങ്ങളിലെത്താനും ബറക്കത്ത് ലഭിക്കാനും സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന ദറജകളിൽ എത്തിപ്പെടാനും നമ്മൾ ഖുർആനിനെ പരിഗണിക്കുക, അത് പാരായണം ചെയ്യുകയും ഹിഫ്ളാക്കുകയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും നമ്മുടെ മക്കളെയും കുടുംബത്തെയും അത് പഠിപ്പിക്കുകയും ചെയ്യുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ.